പിന്നെ അടുത്തവർ പറയുന്നത് 17 വർഷം എനിക്ക് അസിഡിറ്റി ആയിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റും കൊണ്ടാണ് പോണത്. എന്താ കാര്യം വെച്ചാൽ വയറ് അല്പം കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിച്ച് തീട്ടാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ വരും, അസിഡിറ്റി കാരണം. അതും ഇപ്പം ഇല്ല. എനിക്കിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാം. വിശന്നുകൊണ്ട് ഞാൻ പണ്ടെനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉപവസിച്ചാലും പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ഇതെല്ലാം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. പിന്നെ ഒരു അനുഭവം കൂടി അവർ പറയുന്നുണ്ട്, അതായത് മൈഗ്രെയിൻ, ആക്സോയിൽ. ഞാൻ ഗൾഫിൽ നിന്ന് എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്ത് വേനോട് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ആക്സോയിൽ മതി എന്നാണ് ഞാൻ പറയണത്. ഈ കോടാലി തൈലം നമ്മൾ സാധനമില്ലേ അവർ കൊണ്ടുതന്നെ. അപ്പോൾ അതിൻ്റെ കുപ്പികൾ ഇവിടെ വീട്ടിൽ കുറേ ഉണ്ട്. കാര്യം 17 വർഷമായിട്ട് മൈഗ്രെയിനാണ്, തലവേദനയാണ്. അപ്പോൾ അതും പെരട്ടിക്കൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റി. അത് ആ പശ്ചാത്തലത്തിലാണ് റിനി പറയണത്, യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധങ്ങൾ പോലെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അനുഭവത്തിൽ നിന്നാണ് അവർ പറയണത്. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ, അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുത്ത ദൈവസ്നേഹവും കടുത്ത പ്രത്യാശയും, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആകും. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കണം. നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ബോധിപ്പിച്ച് അവസാനം ഉച്ഛിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കണം. പല ആൾക്കാരും അളിയിലും വന്ന് നിരങ്ങിപ്പോയി, കൂട്ടുകാരും വന്ന് ഇറങ്ങിപ്പോയി, ഓരോരുത്തരുടെ അടിയതുരം കഴിഞ്ഞ് മകളും വന്ന് പ്രസവിച്ചു പോയി, എല്ലാം ഇങ്ങനെ എല്ലാവരും വന്നു പോയി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഉടമ്പടി ചെയ്യാൻ ജീവിക്കുക. വി ക്യാൻ ഡു ഇറ്റ്. മറിച്ച് ആരും വന്നില്ല, ആര് വന്നാലും പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ആ വിശ്വാസം ആഘോഷിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഉടമ്പടി നിന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലുമുള്ള അവിടുത്തെ സ്നേഹം പുതിയതാണെന്നുള്ള വലിയ അറിവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ പറയണത് ഞാൻ പത്രം കൊടുക്കണത്, ഇനി പറയണത് ഞാൻ പത്രം കൊടുക്കണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല ആരെയും നിൽക്കുമ്പോൾ അത് ഇങ്ങനെ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമല്ലേ, എന്നെ കണ്ടാൽ മിണ്ടല്ലെന്ന് പറഞ്ഞ് പത്രം മുഖത്ത് നോക്കാതെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഒരു പത്രമെങ്കിലും അങ്ങനെ കൊടുത്താൽ 9 ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുക്കാത്ത പോലെയാവും. അത് അതാണ് അവർക്കെന്തെങ്കിലും മനസ്സിലായി. അതാണ് ആത്മാർത്ഥത എന്ന് പറയണത്. അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അവർ ആ കേൾക്കുന്ന ആൾക്കാർക്ക് കൃപാസനത്തിൽ വരും. അങ്ങനെ വരണം. അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അത് ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളെ, ഞാൻ 65 വയസ്സുകൊണ്ട് എനിക്ക് 4 വയസ്സ് മുതൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയണത്, നമ്മളൊരു മണ്ടൻ ജീവികളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം ഒരു 10 ഇരട്ടി നമ്മുടെ ആത്മാർത്ഥത കാണിക്കും. എനിക്ക് മനസ്സിലായിരിക്കുന്ന സംഭവം, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സീരിയസ് ആകണത്. മനസ്സിലായ? നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണില്ല എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഇനി ഞാനിങ്ങനെ സീരിയസ് ആയില്ലെങ്കിൽ നടക്കാതെ പോയാലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. മറ്റെന്താണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണത്, ദൈവത്തിന് എൻ്റെ ജന്മം കൊണ്ട് ദൈവം ഒരു പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. അവർ അങ്ങനെ തന്നെ അവർ പറയുകയാണ്. അതായത് റിനി പറയണത്, അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിത അഭിലാഷമെന്ന്. അല്ല എൻ്റെ കാര്യം നടക്കുന്നതല്ല. എന്ത് പറച്ചിലാണ്, പത്തരമാറ്റ തങ്കം പറച്ചിലാണിത്. എന്താ കാര്യമാണ്? ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിത അഭിലാഷം. അല്ല എൻ്റെ മകളെ കെട്ടിക്കുകയല്ല, വസ്തു മാറ്റുകയല്ല, കടം പരിഹരിക്കുകയല്ല. അതൊക്കെ എൻ്റെ ദൈവം ചെയ്തോളും. എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്?
ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥന മാത്രമല്ല, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ ഉടമ്പടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം തീരുമാനമുണ്ടാക്കുന്ന ഏറ്റവും ശുഭതർക്കമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവദൃശ്യനിധി സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങളും വേദനകളും, ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും, ഓൺലൈനിലുള്ളവരും ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിൽ ഓർക്കുക. മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്തറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ അങ്ങയുടെ അവകാശവും അങ്ങനെ ഓഹരിയുമാകുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ്. 10,000 സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവപൈതലെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആകർഷണമാണ്. കൈയടിക്കട്ടെ. സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഓരോ മകൻ്റെ പേര് മകന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ തിരുമുറിവാടുന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരം, അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവസിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലി ഇല്ലാത്തവരുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചില കടകാമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മുങ്ങി പോകുന്നവരുണ്ട്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്നവർക്ക് കണ്ണീരോടെ അവസാനത്തെ പിടിവള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അഭയം തേടിയ മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ ജ്വലിക്കട്ടെ.
എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ മുരിക്കാശ്ശേരി ഇടവകക്കാരിയാണ്. എൻ്റെ പേര് ലൈസമ്മ ജോണി എന്നാണ്. ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഇടയായത് എനിക്ക് നട്ടൽ വേദനയായിട്ട് ഞാനിങ്ങനെ കിടന്നു പോയ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ വരാൻ എനിക്ക് പേപ്പർ കിട്ടി. എൻ്റെ കൊച്ചിനാണ് പേപ്പർ കിട്ടിയത്. ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ചേച്ചി ആ കൊച്ചിനോട് പറയും, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു ഇവിടെ വരികയും വരാൻ വേഗമൊന്നും കിട്ടിയില്ല. 4 മാസം കഴിഞ്ഞാണ് ഇവിടെ വരാൻ പറ്റിയത്. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 26-ാം തീയതി ഞാനിവിടെ നവംബർ 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി ഞാൻ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞായിരുന്നു. മരുന്ന് കഴിക്കുമ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ തീർത്തും അവശതയായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും 90 ദിവസം ഉടമ്പടി പുതുക്കണമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടു. അതിന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നട്ടൽ വേദന വരികയും എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുകയും ചെയ്തു. പക്ഷേ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേഗം കഴിയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നായാലും വേഗം എൻ്റെ സമയം വേഗം മാതാവ് മാറ്റിത്തന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രതിഷ്ഠാനത്തിന് നിൽക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മാതാവിനോട് പറഞ്ഞു, ഞാൻ മാതാവേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാൻ അമ്മയുടെ സന്നിധി ഇച്ചിരി അല്പം കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ കമന്ന് കിടന്നു. അത് കഴിഞ്ഞ് എത്ര നേരം കിടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വന്നിട്ട് കിടന്ന് കുറേ കഴിഞ്ഞപ്പം വൈകുന്നേരമായി. എനിക്ക് 600-ാമത്തെ നമ്പറായിരുന്നു അന്ന് കിട്ടിയത്. അപ്പോൾ അത്രയും സമയം ഞാനവിടെ കിടന്ന് കൊച്ചനെ വിളിച്ച് അമ്മച്ചി നമ്മുടെ നമ്പർ വിളിക്കാറായി എന്ന് പറയും. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലത് കാലിന് ചൂടനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ചൂടനുഭവപ്പെട്ടത് എൻ്റെ ശരീരം മൊത്തം തീക്കകത്ത് നിൽക്കുന്ന പോലുള്ള ചൂടനുഭവപ്പെട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചൂട് കുറച്ച് തന്നു കഴിഞ്ഞിട്ട് എനിക്ക് നട്ടലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നിന്ന് തൊട്ട് മുകളിൽ നിന്ന് ഞാൻ അന്നേരം ഓർത്ത് വിയർപ്പൊഴുകുന്നതെന്ന് ചിന്തിച്ചത്. പക്ഷേ വിയർപ്പല്ലായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് പ്രദക്ഷിണ അവിടെ കയറി എൻ്റെ കൊച്ചിൻ്റെ പേര് വരെ വിളിച്ചു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാനും കൊച്ചിൻ്റെ കൂടെയുള്ള എന്നെയും കൂടെ വിളിക്കുക അമ്മയെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ആ സിസ്റ്റർ 600 കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അത് കഴിഞ്ഞ് മാതാവിനെ തൊട്ട് വന്ദിച്ചിട്ട് നമ്മൾ പ്രദക്ഷിണത്തിന് ഇറങ്ങി പോരാൻ തുടങ്ങുമ്പം ഞാൻ ഇങ്ങോട്ട് അതിനു മുമ്പ് എൻ്റെ അടുത്ത് മാതാവ് വന്നായിരുന്നു. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞാൻ മാതാവിനെ എനിക്ക് കാണണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം മാതാവിൻ്റെ രൂപം എടുക്കുന്നിടത്ത് എൻ്റെ അടുത്ത് വന്ന അമ്മ അതേ രീതി നിറത്തിൽ എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. അത്രയും മുഴുത്തായിട്ട് അമ്മ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തൊട്ട് വണങ്ങാതെ ഇറങ്ങി പോരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 പ്രാവശ്യം തൊടണം. പക്ഷേ സിസ്റ്റർ എന്നെ കണ്ടാൽ വഴക്ക് പറയുമോ, ആരും തൊടുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ അടുത്ത് മാതാവിനെ തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തൊടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനെ തൊട്ടു. എൻ്റെ കറണ്ട് അടിക്കും പോലെയായിരുന്നു എൻ്റെ ശരീരത്തേക്ക് ഫീൽ ചെയ്തത്. 3 പ്രാവശ്യം മാതാവിനെ തൊട്ട് വണങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങി. ആ പ്രദക്ഷിണം വന്ന് അവിടുന്ന് അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോന്നിട്ട് എനിക്ക് വേദനയോ നട്ടൽ വേദനയോ അത്രയും നേരം എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പക്ഷേ മാതാവിനെ സുഖപ്പെടുത്തിയതാണെന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ, വേർപ്പൊഴിയതാണെന്ന് തോന്നിയത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നട്ടൽ വേദനയോ മരുന്ന് കഴിക്കുന്നോ ഒന്നും ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞാൽ ആ സുഖപ്പെടുത്തൽ ഞാനിവിടെ മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ പോയ വഴിക്ക് എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞാനിവിടെ വന്ന് ഇവിടെ
ഉടമ്പടി എടുത്ത് പോയപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം ബൈക്കേലാണ് പോയത്. ബൈക്ക് വേറൊരു ബൈക്കെ കൂട്ടിമുട്ടി ഞാൻ നടു റോട്ടിലോട്ട് വീഴുകയും അപ്പുറം ഇപ്പുറേന്നും വണ്ടി വരികയും ചെയ്തു. ഞാൻ ഭയങ്കര ശക്തിയായിട്ട് തന്നെ വീണ്. പക്ഷേ എനിക്കെൻ്റെ കയ്യിലും കാലിലും ചെറിയൊരു പോറലേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അന്നേരം എനിക്ക് തോന്നുമായിരുന്നു, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താണെന്ന് അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി ചെയ്ത് തെറ്റാണെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഇല്ല, ഞാൻ എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയാണ്, മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ ഉടമ്പടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു തരണം. കാരണം അത്ര വലിയ അപകടമാണ് എനിക്കുണ്ടായത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചത് ശരിയാണ്. പക്ഷേ എൻ്റെ മേത്ത് ഒരു തുള്ളി, ഒരു ശകലം മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് 4 മണിയായപ്പം കുർബാനയ്ക്ക് പോയി. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ച് നാവിലിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയോടും മാതാവിനോട് ചോദിച്ചു, ഞാൻ മാതാവേ, ഞാൻ ഉടമ്പടി എടുത്ത് ശരിയാണോ? ശരിയാണെങ്കിൽ അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഉത്തരം തന്നെ, എനിക്ക് എന്തിനും അപകടം ഉണ്ടാക്കി. പക്ഷേ അപകടം അന്നേരം 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മ എൻ്റെ മനസ്സിലേക്ക് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നേരം തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ല അമ്മേ, എൻ്റെ കയ്യിലും കാലിലും ഒരു തുള്ളി മുറിവേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയൊരു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, അമ്മേ, അപ്പോൾ എനിക്ക് ബോധ്യമായി. അമ്മ എനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി തന്നെ നിൽക്കാം. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. കാരുണ്യപ്രവർത്തികൾ ഞാൻ പത്രം ഇവിടുന്നെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊടുത്തപ്പം 3-4 എൻ്റെ കയ്യിൽ നിന്ന് പാത്രം തീർന്നു പോയി. അപ്പോൾ 3-4 പേര് ഓടി വന്ന് പേപ്പറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ, എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ, കാരുണ്യപ്രവർത്തികൾ സ്നേഹമന്ദിരത്തിൽ പോയി പൈസ കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്, ആശുപത്രിയിലാണ് പോയേക്കുന്നത്, അവിടെ കൊടുക്കുകയും പിന്നെ ഒരു 10-12 വീടുകളിൽ പറ്റാതെ കിടക്കുന്ന കാരണന്മാരെ പ്രായമായപ്പം ഉപേക്ഷിച്ചിട്ട് അവർ പോയേക്കുവാണ്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ പരപണിയായിരുന്നതുകൊണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ഭവനമില്ലായിരുന്നു. 15 വർഷക്കാലമായിട്ട് ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും തൈലവും മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുപോയി വെച്ചപ്പം എനിക്ക് വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ഭവനം പണിത് തരണമെന്ന്. അമ്മ എനിക്ക് ഭവനം പണിത് നല്ലൊരു എല്ലാ പണിയും പൂർത്തിയാക്കി എനിക്ക് മാതാവ് എനിക്ക് ഭവനം പണിത് പൂർത്തിയാക്കി തന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എനിക്കിവിടെ സാക്ഷിയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വഹിച്ചതിന് അമ്മയോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ ഭർത്താവ് രനീഷ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ധ്രുവ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ട് ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കഴിക്കാനൊക്കെ തുടങ്ങി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് മടുത്ത് ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ജൂലൈ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നു, ഇതേപോലെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞ് ജനിച്ചുകൊണ്ട് ആ ചേച്ചി പറയുന്നു, ആ ചേച്ചി സന്തോഷ രഹസ്യങ്ങളൊക്കെ ചൊല്ലുമായിരുന്നെന്ന്. അപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി എന്താണ് ഈ സന്തോഷ രഹസ്യങ്ങൾ, എങ്ങനെയായി കൊന്ത ചൊല്ലേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവളെനിക്ക് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ കാര്യങ്ങളെന്നൊക്കെ. ഒരു കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട്, വിശേഷമൊന്നും ആയില്ലേ. ചിലർ കുറ്റപ്പെടുത്തി ചോദിക്കും, ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഓഗസ്റ്റ് 27 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഓഗസ്റ്റിൽ വരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ഈ അവസ്ഥ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി എനിക്ക് വയ്യ ആരുടെയും മുന്നിൽ ചെന്നിങ്ങനെ താന്ന് കിടന്ന് കരയാനോ ഒന്നിനും എനിക്ക് വയ്യ. നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ നീ എനിക്ക് ജൂലൈ 27 ഓഗസ്റ്റ് 27 തരണ്ട, കാരണം ഓഗസ്റ്റ് ആദ്യക്കായിരിക്കും ഫംഗ്ഷൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു സമയം കിട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇതെന്താടി നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ? ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും, ഇതിനൊക്കെ സമയമില്ലെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. കരയും, ഞാനിരുന്ന് ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടി പ്രാർത്ഥിച്ച് ഞാൻ തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ 27 ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ പ്രഗ്നൻസി എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് വിശ്വസിക്കണമെന്ന് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറേ കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി കാർഡിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരയുക, എന്തോ വിശ്വസിക്കണോ വേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. അവിടെ ചോദിച്ച് നടന്നവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയൊക്കെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഓടിച്ചെന്ന് പറയുകയാണ്, എൻ്റെ മോക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസി അങ്ങ് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നും പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസിയൊക്കെ പോയി. വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി സമയം അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സിസ്റ്റ് പോലെ വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, നോർമൽ ഡെലിവറി ഒന്നും പറ്റൂലായിരിക്കും, ഈ സിസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, നമുക്കത് പൊട്ടിച്ചു വിടാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലാതെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പൊട്ടിച്ചു വിട്ടിട്ട് ആൻറ്റിബയോട്ടിക് എടുത്തു വന്നു. ഒരാഴ്ചത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഓർത്ത് എനിക്ക് ടെൻഷനായിപ്പോയി, പേടിയായിപ്പോയി. പിന്നെ ആദ്യത്തെ ഡെലിവറിയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അന്നേരത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ BP എല്ലാം അങ്ങ് കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു. ഞാൻ വന്ന് അഡ്മിറ്റായി എല്ലാം കഴിഞ്ഞ് മാർച്ച് 20 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു, എപ്പോഴും ഉറക്കമായിരുന്നു. എണീപ്പിച്ച് ചെയ്താൽ പോലും അവനങ്ങനെ പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞനിറം കൂടുതലാണ്, ഒരാഴ്ചയും കൂടി നിൽക്കുക. അത് ഡിസ്ചാർജ് ആകുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി. കുഞ്ഞിന് തീരെ വയ്യാണ്ട് മഞ്ഞനിറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം പുരട്ടിയും കാശുരൂപമൊക്കെ വെച്ച് ഞാൻ അതിൻ്റെ കീഴേ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ട് ഞങ്ങൾ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. ഇപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് വിശ്വസിച്ച് ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ പുന്നപ്രയിൽ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു കരുണാലയം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വഴിയിലൊക്കെ ഫുഡ് കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. ചിലരൊക്കെ പറയും വേണ്ടാന്ന് പറയും. അപ്പം ഞാനതൊന്നും മൈൻഡാക്കത്തില്ല. കുറേ പേര് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ വേണം, പ്രാർത്ഥിച്ചേ നടക്കുകയുള്ളൂ എന്നൊരു ആരെന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും സ്കൂളിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും കൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് എന്ത് ഇങ്ങനൊന്നും ചിന്തിക്കാത്തത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എന്നെ കളിയാക്കുന്നവരുണ്ട്. നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ അപ്പോഴും പറയില്ല, എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയ കുഞ്ഞാണ്, ഞാൻ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു. ഞാനൊരു ഹിന്ദുവാണ്.
എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും എന്നെ കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എതുക്കുട്ടനെ, കുഞ്ഞിൻ്റെ പേര് ധ്രുവ എന്നാണ്, ഞങ്ങൾ എതുക്കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നീ എതുക്കുട്ടനെ അവിടെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഞാൻ പറയും യാതൊരു സംശയവും വേണ്ട, എനിക്ക് അമ്മയും ഈശോയും തന്നെ തന്നതാണെന്ന് ഞാൻ പറയും. ഹസ്ബൻഡിൻ്റെ അച്ഛനും എന്നോട് ചോദിക്കും. അച്ഛനങ്ങനെ തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം. അമ്മയ്ക്കറിയാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ കാണുന്നതാണ് എപ്പോഴും ഈ കൊന്തചൊല്ലലും കരച്ചിലും പ്രാർത്ഥനയും തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് 100% പറയാം, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരുണ്ടെങ്കിലും സാരമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്നു. കാരണം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടതാണ്, ഓരോരുത്തർ പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തോ ഒരു സമാധാനം. ഞാനിവിടെ അടുത്ത് അമ്പലപ്പുഴയിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്, ഈ അടുത്ത് കിടക്കുന്ന എനിക്കെന്താ വന്ന് ഉടമ്പടി എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നെടുത്ത്. ഞാൻ ആ ഉടമ്പടി എടുത്ത ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി എന്നുള്ളത് തന്നെയാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിനെന്നെ സഹായിച്ച എൻ്റെ പ്രാർത്ഥന കേട്ട എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.